ഹായ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഉടച്ചൊഴിച്ച ഒരു മുട്ടക്കറിയാണ് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത്. ഇത് പെട്ടെന്ന് ഈസിയായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ചപ്പാത്തി, പൊറോട്ട, ചോറ്, ദോശ എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഒരു മുട്ടക്കറിയാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇനി നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം. ഉടച്ചൊഴിച്ച മുട്ടക്കറി തയ്യാറാക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ, വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ഏലക്ക ഞാൻ ഒന്ന് ചതച്ച് വെച്ചിരിക്കുക, ഒന്ന് പൊട്ടിച്ച് വെച്ചിരിക്കുക, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 3 ഗ്രാമ്പൂ അത് ഇട്ട് കൊടുക്കാം. 1 കറുവപ്പട്ട, സിനാമോൺ, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം അല്ലെങ്കിൽ നല്ല ജീരകം എന്നൊക്കെ പറയും, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഏലക്കായും ഗ്രാമ്പും ജീരകവും ഒക്കെ പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 2 മീഡിയം സൈസ് സവാള വളരെ ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. സവാള വളരെ ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. ഇത് നമുക്ക് ഒരു ലൈറ്റ് ബ്രൗൺ നിറമാവുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ ലൈറ്റ് ബ്രൗൺ നിറമായിട്ടുണ്ട്, ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി 1 പച്ചമുളക് 2ആയിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. എരിവിന് വേണമെങ്കിൽ 1 പച്ചമുളകും കൂടി ഇട്ട് കേട്ടോ, ഒരെണ്ണം തന്നെ മതി, നല്ല എരിവുള്ള മുളകായത്. ഇനി അതിലേക്ക് 1 തണ്ട് കറിവേപ്പില നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്ത് കൊണ്ട് വെച്ചിരിക്കുക, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്നുകൂടെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾ എരിവുള്ളതാണെങ്കിൽ 1.5 ടീസ്പൂൺ ഇട്ടാലും മതി. മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പെരുംജീരകത്തിൻ്റെ പൊടി അല്ലെ വലിയ ജീരകം എന്നൊക്കെ പറയും, അത് 1/2 ടീസ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല. ഇനി നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി റെഡിയാക്കണം. ഇതിൻ്റെ പച്ച മണമൊന്ന് മാറുന്ന വരെ ഒന്ന് ഇളക്കി റെഡിയാക്കണം. മസാലയുടെ പച്ച മണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 2 മീഡിയം സൈസ് ടൊമാറ്റോ, തക്കാളി അരച്ചത് പേസ്റ്റാക്കിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ തക്കാളിയുടെ പേസ്റ്റ് ഒന്ന് വെന്ത് വരണം. അതിന് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കണം. തക്കാളിയുടെ പേസ്റ്റൊക്കെ ഒഴിച്ച് അതൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഗ്രേവിക്ക് അനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ല തിക്ക് ഗ്രേവിക്കാണ് ഞാനിത് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണോ അതനുസരിച്ച് വെള്ളം ചേർത്ത്. ഇത് കുറച്ച് തിക്കായിട്ടിരുന്നെങ്കിലേ ടേസ്റ്റ് ഉള്ളൂ. വേണ്ട, ഞാൻ 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾ ടേസ്റ്റ് അനുസരിച്ച് ഇടുക. ഉപ്പ് നോക്കിയതിന് ശേഷം ഇടുക. ഇത് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒന്ന് തിളച്ച് പറ്റി ഒന്ന് കുറുകി വരണം. ഇനി നമുക്കതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാൻ വേണ്ടി നമുക്ക് മുട്ട എടുക്കാം. ഒരു 4 മുട്ടയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് 5ഓ 6ഓ മുട്ട വേണമെങ്കിലും എടുക്കാം. 4ൽ കുറയാതിരുന്നാൽ മതി. 4 മുട്ട മുതൽ 5, 6 മുട്ട വരെ ചേർത്ത് കൊടുക്കുക. അതിനുള്ള ഗ്രേവിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ മുട്ട നമുക്ക് ഓരോന്നെടുത്ത് നമുക്ക് പൊട്ടിച്ച് ഈ ബൗളിലേക്ക് ഒഴിക്കാം. എന്നിട്ട് വേണം അതിലൊഴിച്ചു കൊടുക്കാൻ. മുട്ട നമുക്ക് അതിൽ ഡയറക്റ്റ് പൊട്ടിച്ചൊഴിച്ചാൽ ചിലപ്പോൾ കലങ്ങിപ്പോകും. അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകം ബൗളിൽ ഒഴിച്ചിട്ട് ഒഴിക്കുന്നത്. വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം നമുക്ക് ഈ ഓരോ മുട്ടയും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
1/4 ടീസ്പൂൺ കുരുമുളക് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ വിതറിയിട്ട് കൊടുക്കാം. മുട്ടയ്ക്ക് സാധാരണ കുരുമുളക് നല്ലൊരു കോമ്പിനേഷനായിട്ടാണ്, നല്ലതാണ്. ഇനി ഇത് ഇളക്കരുത്, ഇളക്കാതെ തന്നെ ഒരു 6-7 മിനിറ്റ് നമുക്കിത് അടച്ച് മൂടി ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. വാ, ഓ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ, നല്ല അടിപൊളി മണം. ഇനി നമുക്കിതൊന്ന് പതുക്കെ ഈ മസാലയുടെ മുട്ടയുടെ പുറത്തോട്ട് ഈ മസാല ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് മല്ലിയില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയിലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. ഉടച്ചൊഴിച്ച മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ ഉണ്ട്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറിയാണ് ഇത്. നമുക്ക് ചപ്പാത്തി, ചോറ്, അപ്പം, ദോശ, പിന്നെ പുട്ടിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനായിട്ടോ, നല്ല ടേസ്റ്റിയാണ്. എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാം, നമുക്ക് ഇഷ്ടമുള്ളതിൻ്റെ കൂടെ കഴിക്കാം. നല്ല അടിപൊളി മുട്ടക്കറിയാണ്. എല്ലാവരും ഇത് വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.